ജ്യോതിഷ ദർശനത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ തിരുവാതിര നക്ഷത്രത്തിൻ്റെ സ്വഭാവം എന്താണ്, നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ്, നമ്മുടെ ഒരു നക്ഷത്രം, ആ നക്ഷത്രത്തിൻ്റെ ഗുഡ് ഫീച്ചേഴ്സ് എന്താണ്, ഗുണം എന്താണ്, ദോഷം എന്താണ്, അല്ലെങ്കിൽ ആ നക്ഷത്രക്കാർ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട, നമുക്കൊരു 2035 രാജയോഗം ഉണ്ടാകുമെന്നോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ജനിച്ചപ്പോൾ മഹാരാജാവിൻ്റെ കുടുംബത്തിലാണ് ജനിച്ചതെന്ന്, നമുക്ക് ഇപ്പോൾ എന്ത്, നമുക്ക് ഇനി അങ്ങോട്ടുള്ള വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ എന്ത്, ഇല്ല ഈ ഒരു വർഷം എന്ത്, അല്ലെ ഈ ഒരു മാസം എന്ത്, ഇതറിയാനാണ് നമുക്കൊരു ക്യൂരിയോസിറ്റി. അപ്പോൾ ഈ തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം തിരു ചേർത്ത് 27 നക്ഷത്രങ്ങളിൽ 2 നക്ഷത്രങ്ങളെക്കുറിച്ച് പ്രയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് തിരുവാതിര, ഒന്ന് തിരുവോണം. ഇത് രണ്ടും 2 ദേവന്മാരുടെയാണ്. തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്, തിരുവാതിര മഹാശിവൻ്റെ നക്ഷത്രമാണ്. ആ തിരുവാതിര നക്ഷത്രം ശിവൻ്റേതാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. ദേഷ്യം വന്നാൽ മൂന്നാമത്തെ കണ്ണ് തുറന്നാൽ മൊത്തം ലോകം മുഴുവൻ ഭസ്മമായി പോകും. അങ്ങനെ അടക്കാനാവാത്ത ദേഷ്യം പ്രകടിപ്പിക്കുന്നവരാണ്. സ്നേഹം വന്നാൽ ഇവർ കുറച്ചേ പ്രകടിപ്പിക്കത്തുള്ളൂ, പക്ഷെ ദേഷ്യം മൊത്തം പ്രകടിപ്പിക്കും. അങ്ങനെയുള്ള ആ ഒരു പ്രകൃതം കൊണ്ട് തന്നെ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും കർമ്മമണ്ഡലത്തിലും ഒക്കെ തന്നെ ഈ നക്ഷത്രക്കാർ ഒരുപാട് ദുരിതം വരുത്തി വെക്കുന്നവരാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും. പിന്നെ ഈ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ദേവത ശിവനാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. മനുഷ്യഗണം, ദേവഗണം, അസുരഗണം, ഇങ്ങനെ ഗണം തിരിച്ചിട്ടുണ്ട്. മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. ഇവരുടെ വൃക്ഷം കരിമരം എന്ന് പറയുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ വൃക്ഷം. ഈ വൃക്ഷം വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ സ്വരൂപം തന്നെ ഒരു തീക്കനൽ പോലാണ്. ആ ഒരു ഇതുകൊണ്ടാണ് ഈ നക്ഷത്രത്തിൻ്റെ ആ സ്പേസിനെ നമ്മൾ ഐഡൻറ്റി ചെയ്യുന്നത്, തിരുവാതിര എന്ന് പറയുന്ന സ്പേസിനെ. പിന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുർ ദശയിലാണ് പലരും ജനിക്കുന്നത്. ആ ദശാകാലം, രാഹുവിൻ്റെ ദശാകാലം ബാലാരിഷ്ടത, ബാല്യത്തിൽ കുറച്ച് അരിഷ്ടതകൾ, അതായത് പിന്നെ അലച്ചില, ശാരീരിക ക്ലേശങ്ങൾ, ത്വക് സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ആ രാഹുൽ ദശാകാലം വരെയുണ്ട്. ഇവർക്ക് ധനസമ്പാദനത്തോട് തന്നെയായിരിക്കും താല്പര്യം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് കലയിൽ താല്പര്യം, ചിലർക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം, ചിലർക്ക് ഭക്ഷണത്തിൽ താല്പര്യം, ചിലർക്ക് മറ്റ് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനല്ല. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനസമ്പാദനത്തിൽ തന്നെയാണ് അവരുടെ താല്പര്യം. ഈ ധനസമ്പാദനത്തിൽ അമിതമായ താല്പര്യം മൂലം ഇവർ ചില കുഴപ്പങ്ങളിലൊക്കെ ചെന്ന് പെടും. ധനം സമ്പാദിക്കണം, വേണം. പക്ഷേ ഈ ധനം സമ്പാദിക്കുമ്പം ഉത്തമമായ മാർഗങ്ങളിൽ കൂടെ തന്നെ വേണം ഈ നക്ഷത്രക്കാർ സമ്പാദിക്കാൻ. ഇല്ലെങ്കിൽ അനാവശ്യമായിരിക്കുന്ന വ്യവഹാരങ്ങളിലൊക്കെ തന്നെ പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അഭിമാനബോധം, ചിലർക്ക് ഈ എന്താ പറയണ്ടേ, അവരുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ തന്നെ സ്വയം പറയുന്ന അവർ എന്തോ ഒരു വലിയ ആളാണ്, വലിയൊരു ഭാവത്തിൽ നമ്മൾ കാണിക്കുമല്ലോ. അങ്ങനെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ഇത് കാണിക്കുന്ന ആ ഒരു മനോഭാവം കാണിക്കുന്നവരിൽ കൂടുതൽ ആൾക്കാരും തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ തിരുവാതിര നക്ഷത്രക്കാരെ എല്ലാവരും ഈഗോ ഉള്ളവരാണ് എന്നല്ല പറയുന്നത്. പിന്നെ ഈ സുഹൃത്ബന്ധം, കുടുംബ ബന്ധമാണെങ്കിലും സുഹൃത്ബന്ധമാണെങ്കിലും ചിലർക്ക് നമുക്ക് ചില പ്രത്യേകതകൾ, ചില പ്രത്യേക സ്വഭാവക്കാരുണ്ട്. അവർക്ക് എല്ലാവരുമായിട്ടും സൗഹാർദ്ദ വലയം വരെ, ഇവരങ്ങനെ വലിയ സൗഹാർദ്ദ വലയങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കുകയല്ല, വളരെ ലിമിറ്റഡ് സർക്കിളിലായിരിക്കും. പിന്നെ സ്വദേശത്ത് നിന്നും, ഇപ്പം നമ്മൾ ജനിച്ച സ്ഥലത്ത് നിന്ന് വിട്ടുമാറി താമസിക്കുക, അല്ലെങ്കിൽ വിദേശങ്ങളിലേക്ക് പോവുക, തൊഴിൽ തേടിയോ അല്ലെങ്കിൽ താമസം തേടിയോ ഒക്കെ സ്വദേശത്ത് നിന്ന്, ജനിച്ച സ്ഥലത്തു നിന്നും മാറി താമസിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമായിരിക്കും കൂടുതലും തിരുവാതിര നക്ഷത്രക്കാർക്ക്. അല്ലെങ്കിൽ അത്തരം മാറ്റങ്ങൾ അവർക്ക് ഗുണം ചെയ്യും. വിദേശ ഭാഗ്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾ ചില തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനലുപ്തത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രത്യുപകാരം, ഒരാളൊരു സഹായം ചെയ്ത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്താൽ അത് ഓർത്തു വെക്കുന്നവർ, അല്ലെങ്കിൽ തിരിച്ചതിനുള്ള ഒരു നന്ദി കാണിക്കുന്നവർ കുറവാണ്. എന്നാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആ പ്രത്യുപകാര ചിന്തയുള്ളവരായിരിക്കും. തനിക്കൊരു സഹായം കിട്ടിയാൽ ആ സഹായം എന്നും സഹായിച്ചവരെന്നും സ്നേഹത്തോടെ തന്നെ ഓർക്കുന്നവരായിരിക്കും. ഉയർച്ച താഴ്ചകൾ ഉള്ള ഒരു താഴേന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പോകുന്ന ഒരു രീതി ആയിരിക്കത്തില്ല. ഉയർച്ച താഴ്ചകൾ ആപേക്ഷികമായിട്ടുള്ളൊരു നക്ഷത്രമാണ്. അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്താഗതിക്കാരായിരിക്കും, നല്ല കഠിനാധ്വാനികളുമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ഈ
26 എന്ന് പറയുമ്പോൾ ഈ ഒരു വർഷം ആ പുതുവർഷത്തിൽ എങ്ങനെയായിരിക്കും അവരുടെ ഫലങ്ങൾ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കർമ്മത്തിൽ ശനിയാണ്, കണ്ടകസ്ഥാനം. തൊഴിൽ സ്ഥാനം വളരെ ശ്രദ്ധിക്കണം. തൊഴിൽ സ്ഥാനത്താണ് ഇപ്പം മിഥുനക്കൂറാണ് തിരുവാതിര നക്ഷത്രം. അവിടെ തന്നെ ഉള്ളൊരു പ്രത്യേകത, വ്യാഴത്തിൻ്റെ പൊസിഷൻ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ പൊസിഷൻ നഷ്ടരാശിയിലാണ്. പിന്നെ അതുപോലെ തന്നെ 10ൽ ശനി, കർമ്മത്തിൽ ശനി. ആ കർമ്മത്തിലെ ശനി തൊഴിൽപരമായ മേഖലകളിൽ കണ്ടകസ്ഥാനത്താണ് നിൽക്കുന്നത്, കണ്ടകശനി. എന്നാൽ ജാതകത്തിൽ ശനി നല്ല രാശിയിലാണ് തിരുവാതിര നക്ഷത്രക്കാർ നിൽക്കുന്നതെങ്കിൽ അത്തരം ജാതക ഫലമുള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷെ പൊതുവേ ചാരവശാൽ കർമ്മസ്ഥാനത്ത് ശനിയുടെ ദോഷമുള്ളതുകൊണ്ട് നല്ലതുപോലെ തന്നെ ശാസ്താഭജനം, ശബരിമല പോവുക, അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോവുക, അല്ലെങ്കിൽ ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുക, ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക്, ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക, ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. വ്യാഴപ്രീതികരമായ കർമ്മങ്ങളും, വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ അർച്ചന നടത്തുന്നതോ അല്ലെങ്കിൽ മാല ചാർത്തുന്നതോ മാത്രമല്ല, വിഷ്ണു സഹസ്രനാമം ജപിക്കാം. സ്വന്തം നാവ് കൊണ്ട് തന്നെ നമുക്ക് ഈശ്വര ഭജനങ്ങൾ ചെയ്യാം. ദാനധർമ്മങ്ങൾ ധാരാളമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ പൊതുവെ ഈ ഒരു 2026 ദോഷവശങ്ങൾ മാറുക. എന്നാൽ വ്യാഴം ചാരവശം നല്ല രാശിയിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഈ ഒരു വർഷം തന്നെ 2026 തന്നെ ഗുണകരമായ ധാരാളം അനുഭവങ്ങളിലേക്ക് നയിക്കപ്പെടും. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചുള്ള, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സർക്കാർ മേഖലകളിൽ വ്യാപരിക്കുന്നവർ കൂടുതലും തിരുവാതിര നക്ഷത്രക്കാരാണ്. എൻജിനീയറിങ് മേഖലകൾ, ദൃശ്യമാധ്യമ രംഗങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പൊതുവെ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക്, രോഗാരിഷ്ടതകൾ അനുഭവിക്കുന്നവർ, അവർക്ക് വളരെ രോഗശമനങ്ങളുണ്ടാകും. തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് തൊഴിൽ ലാഭം ഈ തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് അത് ഉണ്ടാകുന്നതാണ്. അങ്ങനെ പൊതുവെ ഈ ഒരു 2026 തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല സൽഫലങ്ങൾ വരും. ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ദോഷങ്ങൾ വളരെ കുറഞ്ഞിരിക്കും. പിന്നെ ഇവരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തിരുവാതിര നക്ഷത്രക്കാരിൽ കൂടുതൽ ആളുകൾക്കും ശ്വാസകോശ സംബന്ധമായിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗാരിഷ്ടതകളൊക്കെ കൂടുതലായിട്ട് വരുന്നവരാണ്. അതൊക്കെ നമ്മൾ ഡയറ്റിങ്ങിലും വിശ്രമം, വ്യായാമവും ഒക്കെ ചെയ്ത് ശ്രദ്ധിക്കുക. പിന്നെ ഗോമേതകമാണ് ഭാഗ്യരത്നം. നീലയും കറുപ്പും ഇഷ്ട നിറങ്ങളാണ്. പൊതുവെ ശിവപ്രീതികരമായിരിക്കുന്ന കർമ്മങ്ങളും ശാസ്താപ്രീതികരമായിരിക്കുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് നന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.